വെൽനസ് വേ. അടുത്തറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR, കൺവർടെക്, HWCS, SHSRC പ്രോജക്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെൽനസ് വേയിലേക്ക് സ്വാഗതം. മനസ്സ് തുറക്കാം, കേൾക്കാൻ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് എന്ന വിഷയത്തിൽ ഇന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ഇന്ന് വെൽനസ് വേയിലെത്തിയിരിക്കുന്നത് മീനങ്ങാടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ NJPHN പ്രവീണ MS, മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ MLSP സ്റ്റാഫ് നഴ്സ് സ്നിത ജോർജ് എന്നിവരാണ്. നമസ്കാരം, റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം. മാനസികാരോഗ്യത്തെക്കുറിച്ചാണല്ലോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മാനസികാരോഗ്യത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം? ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്യന്തം പ്രധാനമാണ്. എന്നാൽ പലപ്പോഴും ശാരീരിക ആരോഗ്യത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം നാം മാനസികാരോഗ്യത്തിന് കൊടുക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണിത്. ഒരാൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ സമൂഹം പറയും അവന് അല്ലെങ്കിൽ അവൾക്ക് ഭ്രാന്താണെന്ന്. കൂടാതെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ അകറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തിനൊരു നിർവചനം നൽകിയിട്ടുണ്ട്. ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്ത ഒരവസ്ഥ മാത്രമല്ല, ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീകവുമായ സുസ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മെന്റൽ ഹെൽത്ത് ചർച്ച വളരെ പ്രാധാന്യമർഹിക്കുന്നു. യഥാർത്ഥത്തിൽ മാനസികാരോഗ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്തയുടെ, വികാരങ്ങളുടെ, പെരുമാറ്റത്തിന്റെ ഒരു സന്തുലിത അവസ്ഥയാണ്. മാനസിക ആരോഗ്യത്തിന്റെ അഭാവം ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കാം. അതുപോലെ തിരിച്ചും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നയാൾക്ക് മാനസിക പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. കണക്കുകൾ പറയുന്നത് പ്രായപൂർത്തിയായ 5 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നയാളായിരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് കാഴ്ചയിൽ തന്നെ ഒരു മാനസിക രോഗമുള്ളയാളെ തിരിച്ചറിയണമെന്നില്ല. അവർ ചിലപ്പോൾ കുറച്ച് നേരത്തേക്കുള്ള ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ മറ്റു ചിലർ ദീർഘകാലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. സമൂഹത്തിൽ നിന്നും ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി സേവനം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാധാരണയായിട്ട് കണ്ടുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് വിശദമാക്കാവോ? സാധാരണയായിട്ടുള്ള ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഊർജമില്ലായ്മ അല്ലെങ്കിൽ അമിതമായ ക്ഷീണം, ഇതൊക്കെ ഒരു മാനസികാരോഗ്യ പ്രശ്നമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയോ? എന്നാൽ കുട്ടികളിലും കൗമാരപ്രായക്കാരിലും വൃദ്ധന്മാരിലുമൊക്കെ ഇത്തരം അവസ്ഥകൾ വരുന്നത് ഒരു പ്രധാന മാനസിക ആരോഗ്യ പ്രശ്നമാണ്. അതുപോലെ തന്നെ അമിതമായ ഭയം, ദേഷ്യം, സന്തോഷം, അമിതമായ സംസാരം, ഇതൊക്കെയും മറ്റു പ്രധാനപ്പെട്ട മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളാണ്. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ദുഃഖം അല്ലെങ്കിൽ വിഷാദം, മറ്റാരും കേൾക്കാത്ത ശബ്ദങ്ങൾ കേട്ടു എന്നുള്ള തോന്നലുകൾ, ഹാലൂസിനേഷൻ പോലുള്ള കണ്ടീഷനിൽ, അതുപോലെ തന്നെ മറ്റാരൊക്കെയോ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ചിന്തകൾ, ഇതൊക്കെ സൈക്കോട്ടിക് ഡിസോർഡറിൽ വരുന്ന ആളുകൾക്ക് അനുഭവിക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. അമിതമായ മദ്യപാനം, പുകയില, കഞ്ചാവ്, മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ആത്മഹത്യാ പ്രവണത, ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. ഇതുകൂടാതെ ചില ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതായത് അപസ്മാരം, അൽഷിമേഴ്സ് അല്ലെങ്കിൽ മറവി രോഗം, ഇതൊക്കെയും സമൂഹത്തിൽ ഇന്ന് കാണുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ പ്രധാനമാണ്. മാനസികാരോഗ്യമുള്ള ഒരാളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതൊന്ന് വിശദീകരിച്ച് പറയാമോ? കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നവരായിരിക്കും. അതിനെയെല്ലാം വളരെ ലാഘവത്തോടെ അവർ ചെറുക്കാൻ കഴിയും. മാത്രമല്ല, അവർക്ക് ആത്മവിശ്വാസം നിലനിർത്താൻ കഴിയും. അതാണല്ലോ നമ്മുടെ വിജയവും. സമൂഹമായും വ്യക്തികളായെല്ലാം അവർക്ക് നല്ല ബന്ധം പുലർത്താൻ കഴിയും. മാത്രമല്ല, മാനസിക ആരോഗ്യമുള്ള ഒരാൾക്ക് വിശാലമായൊരു കാഴ്ചപ്പാടുണ്ടാകും. അതായത് മാനസിക രോഗങ്ങളുടെ അഭാവം മാത്രമല്ല, അവരുടെ ജീവിതം അവർക്ക് ആസ്വദിക്കാനുള്ള ഒരു കഴിവുകൂടി ഉണ്ടാകും. നമുക്ക് എങ്ങനെയൊക്കെ മാനസിക ആരോഗ്യം നിലനിർത്താൻ കഴിയും? നല്ല ഉറക്കം, ആരോഗ്യകരമായ ഭക്ഷണരീതി, വ്യായാമം തുടങ്ങിയവ ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസിക ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണമായിട്ട് നല്ല ഉറക്കമുള്ള ഒരാൾക്ക്
ഉറക്കം മനസ്സിനെ ശാന്തമാക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ഉറങ്ങുമ്പോൾ മസ്തിഷ്കം വിവരങ്ങൾ ക്രമീകരിക്കുന്നു, അങ്ങനെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ മറ്റു വ്യായാമ മുറകളൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. തന്മൂലം മനസ്സിനെ ശാന്തമാക്കാനും വ്യക്തിയെ ഉത്സാഹവാനാക്കുവാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങൾ, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത് മൂലം ഏകാന്തത കുറയ്ക്കുന്നു. സംസാരിച്ചും ചിരിച്ചും ബന്ധങ്ങൾ പങ്കിട്ടും മനസ്സിലെ സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുന്നു. പോസിറ്റീവ് തിങ്കിങ്, നല്ല ചിന്തകൾ മനസ്സിനെ സന്തോഷകരവും ആത്മവിശ്വാസപൂർണവുമാക്കുന്ന ഒരു ശക്തിയാണ് പോസിറ്റീവ് തിങ്കിങ്. നല്ല ചിന്തകൾ നല്ല മനസ്സിനെയും നല്ല ജീവിതത്തെയും സൃഷ്ടിക്കുന്നു. ഒപ്പം നല്ല മാനസിക ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണരീതി മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത് മൂലം സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയുന്നു. മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആരോഗ്യകരമായ ഒരു ഭക്ഷണരീതി ശീലിക്കേണ്ടതുണ്ട്. ഇതുമൂലം സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനും ശ്രദ്ധയും ഓർമ്മശേഷിയും വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മദ്യപാനം തുടങ്ങിയവ ഉപേക്ഷിക്കുന്നത് വഴിയും നല്ല മാനസികാരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയും. ഇത്തരം വസ്തുക്കളുടെ ദുരുപയോഗം കോപവും അക്രമ സ്വഭാവവും പെരുമാറ്റ വൈകല്യങ്ങളും സമൂഹത്തിൽ വർദ്ധിപ്പിക്കുന്നു. മദ്യത്തിലുള്ള രാസവസ്തുക്കൾ തലച്ചോറിലെ കെമിക്കൽ ബാലൻസ് തകർക്കുന്നു. അങ്ങനെ വിഷാദവും ഉത്കണ്ഠയും വർദ്ധിപ്പിക്കുന്നു. മനുഷ്യന്റെ ചിന്താശേഷിയെയും ഓർമ്മശക്തിയെയും ബാധിക്കുന്നു. എല്ലാത്തിലുമുപരി ജീവിതം ആസ്വദിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യന് നഷ്ടപ്പെടുന്നു. അതിനാൽ ഇതെല്ലാം ഉപേക്ഷിച്ചാൽ നല്ല രീതിയിലുള്ള മാനസികാരോഗ്യം നമുക്ക് നിലനിർത്താം. എങ്ങനെയൊക്കെ മാനസികാരോഗ്യം നിലനിർത്താം എന്നതിനെ പറ്റി പറഞ്ഞു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാരണമായേക്കാം? സമ്മർദ്ദം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ, അത് ചിലപ്പോൾ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, തൊഴിലിടങ്ങളിലെ എന്തെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമായിരിക്കാം. അതെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. അതുപോലെ ദാരിദ്ര്യം, പട്ടിണി മൂലമുള്ള ദാരിദ്ര്യം മാത്രമല്ല, ശരിയായൊരു നല്ല വരുമാനം ഇല്ലാതെ വരിക, നല്ലൊരു വിദ്യാഭ്യാസം ഇല്ലാതെ വരിക, പഠിച്ചിട്ടും ഒരു തൊഴിലിലേക്ക് എത്താതെ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. ഇതിലെല്ലാം പുറമെ ബാല്യകാലങ്ങളിലുണ്ടാകുന്ന ചില ദുരനുഭവങ്ങൾ, ഉദാഹരണമായിട്ട് ലൈംഗികപരമായ ദുരുപയോഗം നടത്തപ്പെടുക, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ അകാല വിയോഗമുണ്ടാകുക, അങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈ മെൻ്റൽ ട്രോമ അത് വീണ്ടും ഒരു മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. മറ്റൊരു പ്രശ്നമാണ് ജീവശാസ്ത്രപരമായ കാരണങ്ങൾ, അതായത് ജനിതകമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഡൗൺ സിൻഡ്രോം പോലുള്ള രോഗങ്ങൾ ക്രോമസോമൽ അബ്നോർമാലിറ്റി കൊണ്ടുണ്ടാകുന്നതാണ്. അതുപോലെ മസ്തിഷ്കത്തിനുണ്ടാകുന്ന പരിക്കുകൾ, തന്മൂലമുണ്ടാകുന്ന അൾഷിമേഴ്സ്, ഡിമെൻഷ്യ, മറവി രോഗങ്ങളാണിത്. മറ്റൊരു കാരണമാണ് ഹോർമോണിൽ വരുന്ന അസന്തുലിതാവസ്ഥ. ഡോപ്പമൈൻ, സെറാട്ടോണിൻ പോലുള്ള ഹോർമോണുകളുടെ ലെവലിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള രോഗങ്ങൾ വരാൻ കാരണമായേക്കാം. ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി കൗമാരപ്രായക്കാർക്ക് എന്തെല്ലാം തരത്തിലുള്ള മാനസികാരോഗ്യ സേവനങ്ങളാണ് നൽകി വരുന്നത്? അതേക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? സമൂഹത്തിലെ ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും അടുത്തറിയാൻ കഴിയുന്ന ആരോഗ്യവകുപ്പിലെ ഒരു വിഭാഗം ജീവനക്കാരാണ് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം ടീം. ആ ടീമിൽ ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, ആശാവർക്കർമാർ തുടങ്ങിയവരുണ്ടാകും. പല തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നതിൽ കൗമാരപ്രായക്കാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് RKSK അഥവാ രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം. ജനകീയ ആരോഗ്യ കേന്ദ്രം ടീം കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കൗമാരക്കാരിൽ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ RKSK കൗൺസിലേഴ്സിന്റെ അടുത്തേക്കും, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ അവരെ അതിന്റെ വിദഗ്ധരുടെ അടുത്തേക്കുമാണ് റെഫർ ചെയ്യപ്പെടുന്നത്. അവിടെ എത്തി കൃത്യമായി മാനേജ് ചെയ്തതിന് ശേഷം തിരികെ വീടുകളിലെത്തുന്ന ആളുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രം ടീം കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നു. ഈ RKSK പ്രോഗ്രാമിന്റെ ഭാഗമായി വയനാട് ജില്ലയിലെ 5 ഹെൽത്ത് ബ്ലോക്കുകളിലായി 5 അഡോളസെന്റ് ഹെൽത്ത് കൗൺസിലേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കൗമാര ക്ലിനിക്കുകളിൽ കൗമാരപ്രായക്കാരുടെ ശാരീരിക പരിശോധന നടത്തുന്നതിനോടൊപ്പം ഇവർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചെല്ലാം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തിവരുന്നു. ഇതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ കൃത്യമായ ബോധവൽക്കരണം
നടത്തിവരുന്നു. ഗർഭിണിയായിട്ടുള്ള ഒരാൾക്ക് ഇപ്പൊ ജനകീയാരോഗ്യ കേന്ദ്രം വഴി മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ ലഭ്യമാണോ? തീർച്ചയായും. ഗർഭകാലത്തും പ്രസവാനന്തരവും സ്ത്രീകൾ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം മൂലം ചിലരെങ്കിലും ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. നമ്മൾ നടത്തുന്ന ഹോം വിസിറ്റിൽ ജനകീയാരോഗ്യ കേന്ദ്രം ടീം ഇവരെ പേഷ്യൻ്റ് ഹെൽത്ത് ക്വസ്റ്റിനെയർ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തുകയും അവർക്ക് ആവശ്യമുള്ളവരെ DMHP ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ക്ലിനിക്കുകളിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ കൗൺസിലിംഗ്, ചികിത്സ, ഫോളോ അപ്പ് എല്ലാം അവിടെ കിട്ടുന്നു. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടത്തുന്ന ഈ പദ്ധതിക്ക് അമ്മ മനസ്സെന്നാണ് പേര്. വെൽനസ് വേയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് മനസ്സ് തുറക്കാം കേൾക്കാൻ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് എന്ന വിഷയത്തിൽ മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പ്രവീണ MS, മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ MLSV സ്റ്റാഫ് നഴ്സ് സ്നിത ജോർജ് എന്നിവർ പങ്കുവച്ച വിശദാംശങ്ങളായിരുന്നു. ഈ അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം വെൽനസ് വേയുടെ അടുത്ത അധ്യായത്തിൽ. നന്ദി, നമസ്കാരം. വെൽനസ് വേ. അടുത്തറിയാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം വയനാട് എന്നിവ ICMR കൺവർടെക് HWCS SHSRC പ്രോജക്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ.